നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ട് എങ്കിൽ വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജൂൺ മാസം 1, 2, 3, 4, 5 തീയതികളിൽ ഞാനീ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇത് സംഭവിച്ചിരിക്കും. ഇത് അച്ചട്ടായിരിക്കും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് കാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഒരുപക്ഷെ വലിയൊരു ധനനേട്ടമാകാം, അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെ ആയേക്കാം ഈ ദിവസങ്ങൾ. അങ്ങനെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ദിനങ്ങളായി മാറുന്ന ജൂൺ 1, 2, 3, 4, 5 തീയതികളിൽ ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരുടെ ഒട്ടനവധി ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. അങ്ങനെ സർവൈശ്വര്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ചില നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ജൂൺ 1, 2, 3, 4, 5 തീയതികളിൽ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അപ്പോൾ സകലവിധ സങ്കടങ്ങളും മാറി ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊയ്യുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ്. കഴിവതും വാക്കുകൾ പാലിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഒരു വിദേശ യോഗം കാണുന്നുണ്ട്. വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുമുള്ള ഒരു യോഗം കാണുന്നു. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം അനുകൂലമാകുന്ന സമയമാണ്. പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അതൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന സമയമാണ്. ഏതായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ 1 മുതൽ 5 വരെ തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടും. അത് ധനപരമായിട്ടുള്ള കാര്യമാകാം, അല്ലെങ്കിൽ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാകുന്ന കാര്യമാകാം. ഏതായാലും ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ദേഷ്യമൊക്കെ കുറയ്ക്കുക. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറും. ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമം ഇവർക്കുണ്ട്. അതൊക്കെ മാറും. അതൊന്നും കാര്യമാക്കേണ്ട. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവം ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. നല്ല സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പോകണം. ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക. അപ്പം, അട, അവല്, കദളിപ്പഴം, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഒരു പുതിയ ജോലി ലഭിക്കാനൊക്കെയുള്ള യോഗമൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കുശാഗ്ര ബുദ്ധി തീരെ ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അത് മുഖാന്തിരം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ ഇവർക്ക് ജൂൺ 1 മുതൽ 5 വരെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയായിരിക്കും. കഷ്ടപ്പാടുകളൊക്കെ മാറും. ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും. നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകണം. ആവശ്യത്തിന് വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്നവരായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചതി ചെയ്തിട്ടുള്ളതും. അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോവുക. തൃക്കൈ വെണ്ണയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർത്ത നക്ഷത്രമാണ്. നിങ്ങളെ സംബന്ധിച്ച് കർമ്മരംഗത്തുയർച്ചയും ഭാഗ്യപുഷ്ടിയും വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണിത്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന്
രക്ഷപ്പെടാൻ പുണർത്തത്തിന് കഴിയും. ഈ അടുത്ത് എൻ്റെ അടുക്കെ ഒരു പുണർത്തം നക്ഷത്രക്കാർ വന്നിരുന്നു. അവർക്ക് എല്ലാവിധത്തിലും കഷ്ടപ്പാടുകൾ തന്നെയാണ്. ഒരു രീതിയിലും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. സങ്കടമൊക്കെ പറഞ്ഞു. ഗ്രഹനില പരിശോധിച്ച് നോക്കിയപ്പോൾ അല്പം മോശ സമയമായിരുന്നു. പക്ഷേ ഈ ഒരു സമയം ഇവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായി ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ അവർ 1-2 ഭാഗ്യക്കുറിയൊക്കെ എടുത്തു. ഭാഗ്യം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. അവർക്കതിൽ നല്ലൊരു സമ്മാനം, എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലൊരു സമ്മാനം അവർക്ക് അടിക്കുകയും ചെയ്തു. അപ്പോൾ പുണർതം നക്ഷത്ര ജാതകരെ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ കഷ്ടകാല സമയമൊക്കെ മാറിയിരിക്കുന്നു. ഇനി വിജയമാണ്. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ പരിശ്രമിക്കും. അത് വിജയത്തിലൊക്കെ എത്തും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ആയില്യമാണ്. കുടുംബകാര്യങ്ങളിൽ സന്തോഷമുണ്ടാകുന്ന സമയമാണ്. സ്വന്തമായൊരു വീടുണ്ടാവണമെന്ന ആഗ്രഹം ഫലവത്താകുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന സമയം. പ്രതിസന്ധികൾ അകലുന്ന സമയം. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്താൻ പോകുന്നു. ക്ഷേത്ര ദർശനം നടത്തണം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. പ്രതിസന്ധികളൊക്കെ മാറും. ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. അധ്വാനിച്ച് ജീവിത വിജയം കണ്ടെത്തുന്നവരാണ് പൂരം നക്ഷത്ര ജാതകർ. ചതിവ്, വഞ്ചന ഇതൊക്കെ ഒരുപാട് കരുതിയിരിക്കേണ്ടവർ കൂടിയാണവർ. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും പൂരമെത്താൻ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി ഒരു നല്ല സമയം തുടങ്ങാൻ പോവുകയാണ്. ജൂൺ 1 മുതൽ 5 വരെ അവരൊരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വിജയമായി തീരും. പരീക്ഷ എഴുതുന്നവർക്ക് വിജയിക്കാൻ കഴിയും. ജീവിതത്തിൽ വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് വന്നു ചേരും. ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. വലഞ്ഞു നിൽക്കുന്നവർക്ക്, എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ ദുരിതവും ദുഃഖവും ഒക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ധൈര്യമായിട്ടിരിക്കുക. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കൊണ്ട് നിറയും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. ധാരാളം അവസരങ്ങൾ വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ധൈര്യമായിട്ടിരിക്കുക. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.